സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡത്തിനെതിരെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുവരികയായിരുന്നു. പത്രിക സംഭവവുമായി ബന്ധപ്പെട്ടും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്ഷേപങ്ങളെ തുടർന്നുമൊക്കെ നടത്തിവന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഒടുവിൽ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കയ്യേറ്റത്തിലേക്ക് എത്തിയെന്നും അവരുടെ കഴുത്തിനും കൈകൾക്കും പരിക്ക് പറ്റിയെന്നും ICUവിലാണുള്ളതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വളരെ ഹീനവും വളരെ മോശവുമായ പ്രവർത്തനമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ട് കയ്യേറ്റ ശ്രമത്തെ അപലപിച്ചുകൊണ്ട് ബഹുമാന്യനായ സംസ്ഥാന മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സ്പീക്കറും അടക്കമുള്ളവരെല്ലാം രംഗത്ത് വന്നു. കണ്ണൂരിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം KSU യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വളരെ വ്യാപകമായി പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ വ്യാപകമായി ഉള്ളതുകൊണ്ട് തന്നെ പോലീസും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിലും പ്ലാറ്റ്ഫോമിലുള്ളവർ ചാടി വീണു എന്നാണ് പറഞ്ഞത്. ദേശാഭിമാനി പറഞ്ഞത് കൈ പിടിച്ച് തിരിച്ചു, കഴുത്തിൽ ഇടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഏതായാലും അത് വലിയ പ്രതിഷേധത്തിലേക്കും അതുപോലെ തന്നെ SFI DYFI അടക്കമുള്ളവർ ഇതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ശിവൻകുട്ടി അടക്കമുള്ളവർ ഇത് VD സതീശൻ്റെ ആഹ്വാനമാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ രംഗം വളരെ കലുഷിതമാവുകയാണ്. ഈ സന്ദർഭത്തിൽ മറ്റൊരു പ്രതിരോധവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തുകയുണ്ടായി. അദ്ദേഹം ഇതാണ് ഒറിജിനൽ ദൃശ്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു ദൃശ്യം പങ്കുവെക്കുകയുണ്ടായി. ആ ദൃശ്യം കാണാം. എനിക്ക് നടക്കാൻ പറ്റില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇതാണ് ഇന്ന് നടന്ന സമരത്തിൻ്റെ കൃത്യമായ ദൃശ്യം. ഇതിലെങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയതെന്ന് പോലീസും ആ പരിക്കിൻ്റെ ഗൗരവം ആരോഗ്യവകുപ്പും അന്വേഷിക്കണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ കയ്യിലെ ഈ കുഞ്ഞു മുറിവിൽ ഇത്രയും വേദനിച്ചുവെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ പിഴവിനാൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിക്ക് എത്ര വേദനിച്ചു കാണും എന്ന ചോദ്യമുയർത്തിയാണ് അദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏതായാലും 1-2 ദിവസത്തേക്കെങ്കിലും ഈ പ്രതിഷേധവും കയ്യേറ്റവുമൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇതിന് മറുവാദങ്ങളുമായി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിനെ കാറിൽ വെച്ച് കല്ലെറിഞ്ഞ സംഭവവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലീസ് അക്രമത്തിൽ പരിക്കേറ്റപ്പോൾ അതിനെ ചിത്രീകരിച്ച സംഗതികളുമൊക്കെയായി പ്രതിരോധവുമായി രംഗത്തുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകളിലും ദൃശ്യങ്ങളിലും വീർപ്പുമുട്ടും നമ്മൾ മലയാളികൾ.